പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി അമ്മ കിളിക്കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. നിയമാവർത്തന പുസ്തകം 11:18 പറയുന്നത് പോലെ എന്റെ ഈ വചനം നിങ്ങൾ ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ, അവയെ അടയാളമായി കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യുവിൻ. ഹൃദയത്തിലും മനസ്സിലും വചനം സൂക്ഷിക്കുവാനും അത് മറ്റുള്ളവർക്കായി പകർന്നു നൽകുവാനുമായി താമരശ്ശേരി രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനുമായി ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വചനം പഠിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് പ്രേരണയാകാൻ പുതിയ ഉത്സാഹവുമായി ഇന്ന് പുതിയ 3 ടീമുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആദ്യമായി നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ടീം മിഖായേൽ. ലിജി സെയിന്റ് മേരീസ് ചർച്ച് പനമ്പിലാവ്. സിനി സെന്റ് മേരീസ് ചർച്ച് പനമ്പിലാവ്. ഇവരെ സഹായിക്കുന്ന ഇവരുടെ സപ്പോർട്ടിംഗ് ടീം ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ബിന്ദു, ഷിൻസി, സ്മിത, ഷാൻഡി. നമ്മുടെ രണ്ടാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. സോജി സെന്റ് ജോർജ് ചർച്ച് ചെമ്പുകടവ്. ബിനു സെന്റ് ജോർജ് ചർച്ച് ചെമ്പുകടവ്. ഇവരുടെ കൂടെ വന്നിരിക്കുന്ന സപ്പോർട്ടിംഗ് ടീമിനെ നമുക്ക് പരിചയപ്പെടാം. ലീന, ഡെയ്സി, ജെസ്സി, സോളി, ലിത. നമ്മുടെ മൂന്നാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം ഗബ്രിയേൽ. എൻ്റെ പേര് ഷീജ, സെന്റ് മേരീസ് ചർച്ച് പന്തല്ലൂർ. സാലി സെന്റ് മേരീസ് ചർച്ച് പന്തല്ലൂർ. ഇവരെ സഹായിക്കുന്ന ഇവരുടെ സപ്പോർട്ടിംഗ് ടീം. ഷേർലി, ആനി, സജി, ലിസി, ഡയാന. താമരശ്ശേരി രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനുമായി ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് എല്ലാ മത്സരാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ക്വിസ് മാസ്റ്റർ ഫാദർ അജി. അദ്ദേഹം താമരശ്ശേരി രൂപത ആൽഫ മരിയ സിവിൽ സർവീസ് അക്കാദമി ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് ഏറ്റവും ഹൃദയപൂർവ്വം ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ കൂടുതൽ വാശിയോടെ ആവേശത്തോടെ വചനം പഠിച്ച മാതൃവേദിയിലെ ടീം അംഗങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരോരോരുത്തരിലൂടെയും വചനത്തിൻ്റെ പുതിയ അഭിഷേകം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ടീം മിഖായേൽ, ടീം റാഫേൽ, ടീം ഗബ്രിയേൽ, അതോടൊപ്പം തന്നെ വളരെ ശക്തരായ സപ്പോർട്ടിംഗ് ടീം അംഗങ്ങൾ. ടീം മിഖായേൽ, ഏത് ഇടവകയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്? സെയിന്റ് മേരീസ് ചർച്ച് പനമ്പിലാവ്. പനമ്പിലാവ് ഇടവകയിൽ നിന്ന്. പനമ്പിലാവിലെ അമ്മമാർക്കെല്ലാം ആവേശമായിട്ട് നിങ്ങൾ വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ? വചനം പഠിച്ചോ? വചനം പഠിക്കുകയുണ്ടായി. ടെൻഷനൊക്കെ ഉണ്ട്. ടെൻഷനുണ്ട്. എന്തിനെ കുറിച്ച് ഓർത്താണ് ടെൻഷൻ? പഠിച്ചത് ഓർമ്മ നിൽക്കുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. പഠിച്ചത് ഓർമ്മ നിൽക്കുമോ? ഉത്തരം തെറ്റിപ്പോയാൽ അതെല്ലാവരും കാണിയാലേ ലോകം മുഴുവൻ കാണും എന്നൊക്കെയുള്ള ഇടവകയെ പ്രതിനിധീകരിച്ചാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഇടവകക്കാരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അവരെല്ലാം നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് നൽകിയിരുന്നത്. ഞങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ അവർക്കും ഒരു വിഷമമാകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ. ഇല്ല, വചനം പഠിച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ടീം മിഖായേലിന്റെ പിന്നിൽ ഒരു ഇടവക മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് കേട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ടീം റാഫേലിലേക്ക് വരുന്നു. ടീം റാഫേൽ, നിങ്ങൾ ഏത് ഇടവകയിൽ നിന്നാണ്? ചെമ്പുകടവ് ഇടവകയിൽ. ചെമ്പ് കടവ് ഇടവകയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്.
നിങ്ങളുടെ ഇടവകയിലെ മാതൃസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പാവപ്പെട്ടവരെ സഹായിക്കും. ആ. പിന്നെ രോഗികൾക്ക്, കുടുംബമില്ലാത്തവർക്ക് അവർക്ക് സഹായങ്ങൾ ഞങ്ങൾ ഇടവകയിൽ നിന്ന് നൽകും. പിന്നെ പ്രീസ്റ്റ് ഹോമുകൾ സന്ദർശിക്കും. അച്ഛന്മാർ താമസിക്കുന്നത്. അച്ഛന്മാരുടെ സ്നേഹമുണ്ട്. പിന്നെ പാവപ്പെട്ട രോഗികളെ കാണാൻ എല്ലാവരും കൂടെ ഒന്നിച്ച് പോകാറുണ്ട്. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ എന്താ പ്രതീക്ഷ? ജയിക്കുമെന്നാണ് പ്രതീക്ഷ. ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് ആയതുകൊണ്ടുള്ളൊരു ടെൻഷൻ. പഠിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഭയപ്പെടാനുള്ളത്? യെസ്, ടീം റാഫേൽ ചെമ്പ് കടവ് ഇടവകയിൽ നിന്നാണ്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അഭിനന്ദനങ്ങൾ. ടീം ഗബ്രിയേൽ പന്തല്ലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയത്, ഈ ക്വിസ് കോമ്പറ്റീഷന് വേണ്ടി? ഈ കോമ്പറ്റീഷനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇതിലേക്ക് പങ്കെടുക്കേണ്ട മെമ്പേഴ്സിനെ കണ്ടെത്തി, മെയിൻ ടീമിനെ കണ്ടെത്തി അവരെല്ലാ ഭാഗങ്ങളും പ്രിപ്പയർ ആകാൻ നിയോഗിക്കപ്പെടുകയും ബാക്കി സപ്പോർട്ടേഴ്സിന് ഞങ്ങൾ ടോപ്പിക്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതിന്റെ ബേസിൽ എല്ലാവരും ഒത്തൊരുമയോടുകൂടി പഠിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുമിച്ചിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു? ഒഴിവുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കുമായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. അതുപോലെ മെമ്പേഴ്സിലും ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സ് കിട്ടലില്ല. ഒഴിവുള്ള ദിവസങ്ങളും സൺഡേസുകളിലും ഒക്കെയാണ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന്. ടീം ഗബ്രിയേൽ പന്തല്ലൂർ ഇടവകയിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ ഇടവകയിലെ അമ്മമാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും. യെസ്. നിങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു. മത്സരത്തിലേക്ക് പ്രവേശിക്കാം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് 5 റൗണ്ടുകൾ ഉള്ള ഒരു മത്സരമാണ്. ഓരോ റൗണ്ടും പ്രധാനപ്പെട്ടതാണ്. വിജയിക്കാനുള്ള സാധ്യത ഓരോ റൗണ്ടിലുമുണ്ട്. ഒന്നാമത്തെ റൗണ്ടിന്റെ പേര് വചനം തിരുവചനം റൗണ്ടാണ്. ഈ റൗണ്ടിന്റെ പ്രത്യേകത ഓരോ ടീമിനോടും ഓരോ ചോദ്യം മാത്രം. ഓരോ ചോദ്യത്തിനും 30 മാർക്ക് വീതം. മൈനസ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഉത്തരം നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് നിങ്ങളെ സഹായിക്കാം. മാർക്ക് 10 കുറയും, 20 മാർക്ക്. സപ്പോർട്ടിംഗ് ടീം പരാജയപ്പെട്ടാൽ ചോദ്യം തൊട്ടടുത്ത ടീമിലേക്ക് പാസ് ചെയ്യപ്പെടും. ആ ടീം ശരി ഉത്തരം പറഞ്ഞാൽ 10 മാർക്ക്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുവാനുള്ള സമയം 30 സെക്കൻഡ് മാത്രമായിരിക്കും. സപ്പോർട്ടിംഗ് ടീമിനും 30 സെക്കൻഡ് കിട്ടുന്നതായിരിക്കും. എന്നാൽ പാസ് ചെയ്തു വരുന്ന ചോദ്യങ്ങൾക്ക് 10 സെക്കൻഡ് മാത്രമേ സമയം ഉണ്ടായിരിക്കുകയുള്ളൂ. നിബന്ധനകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാൽ ചോദ്യത്തിലെ പ്രവേശിക്കാം. ആദ്യത്തെ ചോദ്യം ടീം മിഖായലിനോടാണ്. ചോദ്യം ശ്രദ്ധിക്കുക. യേശു പറഞ്ഞതനുസരിച്ച് വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. വല കീറിപ്പോകുന്ന രീതിയിൽ മത്സ്യം. ഇത് കണ്ട ശിമിയോൻ പത്രോസ് യേശുവിനോട് പറഞ്ഞു. എന്താണ് ശിമിയോൻ പത്രോസ് യേശുവിനോട് പറഞ്ഞത്? കർത്താവേ, നീ എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ്. കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ ഉത്തരമാണ് ഇത്. 5-8. ഉറപ്പ്? ഉത്തരം ശരിയാണ്. ടീം മിഖായലിന് 30 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ഈ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിന് ആദ്യത്തെ ടീം 30 മാർക്ക് നേടിയിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. ടീം റാഫേൽ, ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുത്ത് വന്ന് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു. എന്താണ് കുഷ്ഠരോഗി യേശുവിനോട് പ്രാർത്ഥിച്ചത്? ഗുരു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ശ്രദ്ധിക്കണം, ബൈബിളിലെ ചോദ്യങ്ങൾക്ക് ബൈബിളിലെ ഉത്തരമാണ് പറയേണ്ടത്. ഗുരു എന്ത് തന്നെയാണോ വിളിച്ചത്? അത്യുന്നതനായ പുത്ര. മാറിപ്പോകരുത്. ഉത്തരം തെറ്റിലേക്ക് പോകരുത്. എപ്പോഴും ശ്രദ്ധിക്കണം, ശരിയായ ഉത്തരം ബൈബിളിലെ ഉത്തരമാണ് പറയേണ്ടത്. ടൈം തീർന്നിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ ഉത്തരത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഗുരു എന്നല്ല വിളിച്ചത്, കർത്താവേ എന്നാണ് വിളിച്ചത്. ആദ്യത്തെ റൗണ്ട് ആയതുകൊണ്ടും ശരിയായ ഉത്തരം തന്നെ ആയതുകൊണ്ടും, പക്ഷേ ബൈബിളിലെ വാക്കുകളല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് 30 മാർക്കും
അവാർഡ് ചെയ്യുകയാണ്. ഇനി ഇത് ആവർത്തിക്കുന്നതല്ല, ശ്രദ്ധിക്കുക. ടീം റാഫേലും 30 മാർക്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനം. ടീം ഗബ്രിയേൽ, അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു പറഞ്ഞു. എന്താണ് യേശു പറഞ്ഞത്? മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യ എന്ന് തന്നെയാണോ പറഞ്ഞത്? അതെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ശരിയായ ഉത്തരമാണ്. മാറ്റി പറയേണ്ടത്. മാർക്ക് 30 ലഭിക്കുന്നു ടീം ഗബ്രിയേലിന്. അഭിനന്ദനങ്ങൾ. ഒന്നാമത്തെ റൗണ്ട് വചനം തിരുവചനം റൗണ്ട് വിജയകരമായി 3 ടീമുകളും ടീം മിഖായേലും ടീം റാഫേലും ടീം ഗബ്രിയേലും പൂർത്തിയാക്കിയിരിക്കുന്നു മുഴുവൻ മാർക്കോടുകൂടി. അവരുടെ സപ്പോർട്ടിംഗ് ടീമിന്റെ പിൻബലത്തോടും പ്രാർത്ഥനയോടും കൂടി അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ഇടവകയിലെ മറ്റ് മാതൃസംഘ അംഗങ്ങളുടെയും പ്രാർത്ഥന അവർക്ക് ഓരോരുത്തർക്കും പിൻബലം നൽകുന്നു എന്ന് തന്നെ വിശ്വസിക്കാം. നമുക്ക് ഒന്നാമത്തെ റൗണ്ട് കഴിയുമ്പോൾ ഔദ്യോഗികമായിട്ട് സ്കോർ അറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി, ആദ്യത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ 3 ടീമുകളും വളരെ ശക്തമായി ഒരുമിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 3 ടീമുകളും 30 പോയിന്റുകൾ വീതം നേടിയിരിക്കുന്നു. രണ്ടാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. വിഷ്വൽ റൗണ്ടാണ്. വിഷ്വൽ റൗണ്ടിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം, ഒരു സുവിശേഷ സംഭവമാകാം, തിരുവചനത്തിലെ ഏതെങ്കിലും സൂചകമാകാം, ഒരു ചിത്രത്തിന്റെ രൂപത്തിൽ സ്ക്രീനിൽ അവതരിപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അത് ഏത് ഭാഗത്തെയാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് കൃത്യമായി പറയുക. അതിനുശേഷം അത് ആ പുസ്തകത്തിലെ എത്രാം അധ്യായമാണ് എന്നും കൂടി പറയുക. തുടർന്ന് 2 ചോദ്യങ്ങൾ കൂടെ നിങ്ങളോട് ചോദിക്കും. ഈ റൗണ്ടിൽ, വിഷ്വൽ റൗണ്ടിൽ 3 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഓരോ ചോദ്യത്തിനും 10 മാർക്ക് വീതം. അങ്ങനെ നിങ്ങൾക്ക് 30 മാർക്ക് ഈ റൗണ്ടിൽ നേടാം. പക്ഷേ ശ്രദ്ധിക്കുക, തെറ്റായ ഉത്തരത്തിന് 5 മാർക്ക് വീതം നിങ്ങൾക്ക് നഷ്ടപ്പെടും. എന്നാൽ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. സപ്പോർട്ടിംഗ് ടീം ശരിയായ ഉത്തരം പറഞ്ഞാൽ ഇവരുടെ മൈനസ് മാർക്ക് ഡിലീറ്റ് ചെയ്ത് കളയും. വലിയൊരു സഹായമായിരിക്കും സപ്പോർട്ടിംഗ് ടീമിന് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് ചോദ്യം സപ്പോർട്ടിംഗ് ടീം അംഗങ്ങളും കൃത്യമായി ശ്രദ്ധിക്കുകയും ഉത്തരം പറയാൻ തയ്യാറായിരിക്കുകയും ചെയ്യും. ആദ്യത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. വിഷ്വൽ ശ്രദ്ധിക്കുക. സുവിശേഷത്തിലെ ഒരു രംഗമല്ല അവിടെ കാണിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ക്ലൂ മാത്രം നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. സമയം കാത്തു നിൽക്കാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. 14 സെക്കൻഡുകൾ കഴിഞ്ഞിരിക്കുന്നു. 10 സെക്കൻഡുകൾ മാത്രം. സമയം കഴിഞ്ഞിരിക്കുന്നു. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് ഇപ്പോൾ ഉത്തരം പറയാനുള്ള അവസരമാണ്. സമയം 10 സെക്കൻഡുകൾ കൂടി മാത്രം. ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന രംഗം. സമയം കഴിഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞ ഉത്തരം തെറ്റുവാണ്. നിങ്ങൾ പറഞ്ഞത് ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നു എന്നാണ്. ചോദ്യം ടീം ഗബ്രിയേലിലേക്ക് പോകുന്നു. പത്രോസ് ഭിക്ഷ യാചിക്കുന്നത്. പത്രോസ് ഭിക്ഷ യാചിക്കുന്നു. ഇത്ര അക്രമമൊന്നും പറയരുത്.
യെസ്, ടീം ഗബ്രിയേലിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ടീം മിഖായേൽ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം മുടന്തനെ സുഖപ്പെടുത്തുന്നു. എവിടെ വെച്ച്? ഇസ്രായേൽ വെച്ച്. പൗലോസ് ലിസ്ത്രായിൽ വെച്ച് മുടന്തനായ മനുഷ്യനെ സുഖപ്പെടുത്തുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം. ടീം മിഖായേൽ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. 10 പോയിന്റ് അവർക്ക് ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം, ഈ റൗണ്ടിലെ തന്നെ രണ്ടാമത്തെ ചോദ്യം ടീം റാഫേലിനാണ്. ടീം റാഫേലിന് ഇപ്പോൾ 5 മൈനസ് മാർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം നിങ്ങളോട്. ഈ അത്ഭുത പ്രവൃത്തി കണ്ട ലിസ്ത്രായിലെ ജനങ്ങൾ ബർണബാസിനും പൗലോസിനും അവരുടെ ദേവന്മാരുടെ പേരുകൾ നൽകുന്നു. അവരെല്ലാവരും ആർത്തു വിളിച്ചുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ബർണബാസിന് അവർ നൽകിയത് ഏതു ദേവന്റെ പേര്? പൗലോസിന് നൽകിയത് ഏതു ദേവന്റെ പേര്? നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. യെസ്. സേവൂസ്. ആർക്ക് ഏത് പേര്? ബർണബാസിന് സേവൂസ് എന്നും പൗലോസിന് ഹെർമസ് എന്നും പേര്. പൗലോസിന് ഹെർമസ് എന്നും ബർണബാസിന് സേവൂസ് എന്നുള്ള പേരുമാണ് അവർ നൽകിയത്. ഉത്തരത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഉത്തരം ശരിയാണ്. 10 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു. അടുത്ത ചോദ്യം, ഈ റൗണ്ടിലെ തന്നെ മൂന്നാമത്തെ ചോദ്യം. സേവൂസ് എന്നും ഹെർമസ് എന്നും വിളിച്ചുകൊണ്ട് ദേവന്മാരിതാ മനുഷ്യരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനം മുഴുവൻ അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുവാൻ അവിടുത്തെ പുരോഹിതന്മാർ പൂമാലകളും ബലിയർപ്പണത്തിലുള്ള കാളയുമായി ഇവരുടെ അടുത്തേക്ക് ഓടി വരുന്നു. ഇത് കണ്ടപ്പോൾ ക്രുദ്ധരായ പൗലോസും ബർണബാസും എന്താണ് ചെയ്തത്? എന്താണ് പറഞ്ഞത്? എന്ത് മറുപടിയാണ് അവരോട് പറഞ്ഞത്? നിങ്ങൾ പറയട്ടെ, നിങ്ങളോട്. വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഞങ്ങളും നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരാണെന്ന് പറഞ്ഞു. മുഴുവൻ ബൈബിളിലെ രീതിയിൽ പറയൂ, വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ പറയൂ. ഒരാൾ പറഞ്ഞ ആൾ തന്നെ പറയണം. നീ ആൾക്ക് പറഞ്ഞു കൊടുക്കൂ. ഞങ്ങളും നിങ്ങളെ പോലെ തന്നെ സാധാരണ മനുഷ്യരാണ്. അവിടുന്നാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ഭൂമിയിലുള്ള സകലവും സൃഷ്ടിച്ചത്. നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. ഇത് ബൈബിൾ ക്വിസ് ആയതുകൊണ്ട് ഉത്തരം ബൈബിളിലെ ഉത്തരം തന്നെ ആയിരിക്കണം. നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്കിപ്പോൾ നിലവിൽ 5 മൈനസ് പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു മൈനസ് പോയിന്റ് കൂടെ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് സഹായിക്കാം. വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്ന ദൈവത്തിലേക്ക് തിരിയണം. യെസ്. ആദ്യം പറഞ്ഞത് എന്താണ്? ഹേ മനുഷ്യരെ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? രണ്ടാമത്തെ ഉത്തരം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. വ്യർത്ഥമായ രീതിയിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് തിരിയുവിൻ. ടീം റാഫേലിനെ ആശ്വസിക്കാം. നിങ്ങൾക്ക് രണ്ടാമതും കിട്ടിയ മൈനസ് പോയിന്റ് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന്റെ സംയോജിതമായ ഇടപെടലിലൂടെ ശരിയായ ഉത്തരത്തിലൂടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് അഭിനന്ദനങ്ങൾ. ടീം ഗബ്രിയേൽ, വിഷ്വൽ റൗണ്ടിലെ ചോദ്യത്തിന് ഉത്തരം പറയാൻ റെഡി ആയിരിക്കുക. വിഷ്വൽ പ്ലീസ്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ളതാണ്. ആ വചനഭാഗത്തിന്റെ ആ വിഷ്വല് അടയാളപ്പെടുത്തുന്നത് എഫേസോസ് ലേഖനത്തിലെ ഒരു വചനഭാഗമാണ്. യെസ്, സമയം. യെസ്, നിങ്ങൾ പാസ് പറയുന്നോ? പാസ്. നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിലേക്ക് വരുന്നു. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീം. ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ തകർക്കെടുത്തുവാൻ നമുക്ക് ശക്തി നൽകുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവിൻ. അതായത് തിന്മകളെ ചെറുത്തു നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും സമരായുധങ്ങൾ ധരിക്കുക. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം എത്രാം അധ്യായമാണ് എന്നും കൂടി പറഞ്ഞാലേ ഉത്തരം പൂർണ്ണമാവുകയോ? 6-ാം അധ്യായം. 6-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. 10 മുതൽ 17 വരെയുള്ള തിരുവചനത്താണ് സമരായുധങ്ങളെ പറ്റി പറയുന്നത്, ആത്മീയ സമരായുധങ്ങളെ പറ്റി പറയുന്നത്. ഉത്തരം ശരിയാണ്. നിങ്ങളുടെ ടീമിന് ലഭിച്ചിരിക്കുന്ന മൈനസ് പോയിന്റ് നിങ്ങളുടെ സംയോജിതമായ ഇടപെടലിലൂടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് അഭിനന്ദനം.
രണ്ടാമത്തെ ചോദ്യം ഈ ടീമിനോടാണ്, ടീം ഗബ്രിയേലിനോട്. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ ചെറുത്തു നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തുകൊണ്ടാണ് ഇപ്രകാരം ആയുധങ്ങൾ ധരിക്കേണ്ടത്? വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം പറയും. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ട് വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത്. സ്വർഗീയങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്ക് എതിരായിട്ടാണ് നമ്മൾ പടപൊരുതുന്നത്. ഉത്തരം ശരിയാണ്. ടീം ഗബ്രിയേലിന് 10 മാർക്ക് ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. ഈ റൗണ്ടിലെ തന്നെ അടുത്ത ചോദ്യം സമരായുധങ്ങൾ, ആത്മീയ സമരായുധങ്ങൾ. അതിലെ കവചം, പാദരക്ഷകൾ, പടത്തൊപ്പി, ഇതിന്റെയൊക്കെ ഏത് ആത്മീയ ആയുധങ്ങളാണ് നാം ധരിക്കേണ്ടത്? കവചം, പാദരക്ഷ, പടത്തൊപ്പി. നീതിയുടെ കവചം ധരിച്ച ഉറച്ചു നിൽക്കുവിൻ. പാദരക്ഷകൾ പിന്നെ സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. പടത്തൊപ്പി, രക്ഷയുടെ പടത്തൊപ്പി അണിയുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ചെയ്യുവിൻ. ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയേലിന് വീണ്ടും 10 മാർക്ക് കൂടെ ലഭിക്കുന്നു. ഈ റൗണ്ടിൽ നിങ്ങൾ 20 മാർക്കുകൾ നേടിയിരിക്കുന്നു. ഒരു -5 മൈനസ് മാർക്കുകൾ ലഭിച്ചതാണ്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ടീം ഗബ്രിയേലിന് അഭിനന്ദനങ്ങൾ. ടീം മിഖായിലിലേക്ക് വരുന്നു. വിഷ്വൽ ശ്രദ്ധിക്കുക. വെളിപാട് പുസ്തകത്തിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ചിത്രം വളരെ ക്ലിയർ ആണ്. വെളിപാട് പുസ്തകത്തിലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനഭാഗം അതേപടി അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നു. യെസ്, സമയം ആരംഭിക്കുക. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. പറഞ്ഞോ. 15-ാം അധ്യായം സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്ന്. സമയം കഴിഞ്ഞിരിക്കുന്നു. ഉത്തരം തെറ്റുമാണ് പറഞ്ഞു വരുന്നത്. ശരിയായ ഉത്തരം നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് പറയാവുന്നതാണ്. അറിയില്ല. ശരി, ടീം റാഫേലിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടും. ശിരസിൽ സ്വർണ്ണ കിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി. തെറ്റായ ഉത്തരം ടീം ഗബ്രിയേൽ. സ്വർഗത്തിൽ സാക്ഷ്യകൂടാരത്തിന്റെ ശ്രീകോവിൽ തുറക്കപ്പെടുന്നതായി കണ്ടു. സ്വർഗത്തിൽ സാക്ഷ്യകൂടാരത്തിന്റെ ശ്രീകോവിൽ തുറക്കപ്പെടുന്നതായി കണ്ടു. ഉത്തരം തെറ്റാണ്. മറ്റേതെങ്കിലും സപ്പോർട്ടിംഗ് ടീമിന് അറിയാമെങ്കിൽ പറയാവുന്നതാണ്. കുഞ്ഞാടും അനുയായികളും. ശരിയായ ഉത്തരം കുഞ്ഞാടും അനുയായികളും. നിൽക്കുന്നത് തന്നെ കുഞ്ഞാടിന്റെ ചിത്രമാണ്. അതിന്റെ ചുറ്റുമാണ് നിൽക്കുന്നത്. ബാക്കിയെല്ലാം വളരെ കൃത്യമായിട്ടുള്ളൊരു വിഷ്വലായിരുന്നു അത്. വെളിപാട് പുസ്തകത്തിൽ നിന്ന് വെറും 2 അധ്യായങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. യെസ്, വിഷ്വൽ റൗണ്ടിലെ ടീം മിഖായിലിനോടുള്ള രണ്ടാമത്തെ ചോദ്യം. അവരുടെ നെറ്റിയിൽ, കുഞ്ഞാടിന്റെ അനുയായികളുടെ നെറ്റിയിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ആരുടെയൊക്കെ നാമങ്ങൾ? കുഞ്ഞാടിന്റെയും അവന്റെ പിതാവിന്റെയും നാമം. കുഞ്ഞാടിന്റെയും അവന്റെ പിതാവിന്റെയും നാമം ശരിയായ ഉത്തരമാണ്. വീണ്ടും നിങ്ങൾക്ക് 10 മാർക്കുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യം. കുഞ്ഞാടിനോടുകൂടെ സിയോൻ മലയിൽ എത്ര എണ്ണം ആളുകളാണ് ഉണ്ടായിരുന്നത്? 144,000 പേർ. 144,000 പേർ ശരിയായ ഉത്തരമാണ്. വീണ്ടും നിങ്ങൾക്ക് 10 മാർക്ക് ലഭിക്കും.
ടീം മിഖായലിന് ഈ റൗണ്ടിൽ 20 മാർക്കുകൾ ലഭിക്കുന്നു. ഒരു അഞ്ച് മൈനസ് പോയിന്റ് നിങ്ങൾക്കുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് 15 മാർക്കുകളാണ് ലഭിക്കുന്നത്. വിഷ്വൽ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. വിഷ്വൽ റൗണ്ട് അവസാനിക്കുമ്പോൾ ഇപ്പോഴത്തെ പോയിന്റ് നിലവാരം, ഏത് ടീമാണ് മുന്നിൽ നിൽക്കുന്നത്, ഏത് ടീമാണ് പിന്നിൽ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഓരോ ടീമിനും കിട്ടിയ കൃത്യമായിട്ടുള്ള സ്കോർ അറിയുന്നതിനായി ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി, 2 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായൽ 55 പോയിന്റ്സ്, ടീം റാഫേൽ 35 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 50 പോയിന്റ്സ്. 55, 35, 50. ചെറിയ വ്യത്യാസം മാത്രം. ഇനിയുള്ള റൗണ്ടുകളിൽ എങ്ങോട്ട് വേണമെങ്കിലും മത്സരത്തിൻ്റെ ഗതി തിരിയാം. അതുകൊണ്ട് തുടർന്നുള്ള റൗണ്ടുകൾ ശ്രദ്ധിക്കുക. അടുത്ത റൗണ്ടിൻ്റെ പേര് റാപ്പിഡ് റൗണ്ട് എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വേഗത്തിൽ ഉത്തരം പറയേണ്ട റൗണ്ട്. ഈ റൗണ്ടിൽ 5 ചോദ്യങ്ങൾ. 5 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞാൽ ഓരോ ചോദ്യത്തിനും 6 മാർക്ക് വീതം 30 പോയിന്റുകൾ. 30 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ 5 എണ്ണം ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ക്വിസ് മാസ്റ്റർ വക 10 ബോണസ് പോയിന്റുകൾ കൂടെ. അങ്ങനെ 40 മാർക്കുകൾ നേടാനുള്ള ഒരു സുവർണ അവസരമാണ് റാപ്പിഡ് റൗണ്ടിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ശ്രദ്ധിക്കുക, 1 മിനിറ്റ് സമയം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. 1 മിനിറ്റിനുള്ളിൽ 5 ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പാസ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ശരി ഉത്തരമോ തെറ്റുത്തരമോ പറഞ്ഞാൽ ഞാൻ തൊട്ടടുത്ത ചോദ്യം ചോദിക്കുന്നതാണ്. ചോദ്യം ചോദിക്കുന്നത് ആരംഭിക്കുന്നത് ടീം ഗബ്രിയേലിനോടാണ്. ടീം ഗബ്രിയേൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ വാരിയെല്ലുകൾ പൊട്ടിയ എന്ന് പറയപ്പെടുന്ന വിശുദ്ധനാൽ. ഫിലിപ്പ് നേരി. ശരിയായ ഉത്തരം. ദീപികാരുണ്യ ആരാധനാ സഭയുടെ സഹസ്ഥാപകയും പ്രഥമ അംഗവും ദേവദാസിയുമായ സിസ്റ്റർ ആര്? ശരിയായ ഉത്തരം. യേശുവിനെ പൊതിഞ്ഞതെന്ന് കരുതപ്പെടുന്ന തിരുക്കച്ച സൂക്ഷിക്കുന്നത് എവിടെ? തെറ്റുകളുടെ പട്ടിക പ്രസിദ്ധീകരിച്ച മാർപ്പാപ്പ ആര്? പിയൂസ് 9. ശരിയായ ഉത്തരം. ചാക്രിക ലേഖനങ്ങൾ ഔദ്യോഗികമായി പ്രസിദ്ധപ്പെടുത്തുന്ന പ്രസിദ്ധീകർ? അപ്പസ്തോലിക സിംഹാസനത്തിന്റെ നടപടികൾ. ശരിയായ ഉത്തരം. ടീം ഗബ്രിയേൽ 4 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ തെറ്റായ ഉത്തരം അല്ലെങ്കിൽ പറയാതിരുന്നത് യേശുവിനെ പൊതിഞ്ഞതെന്ന് കരുതപ്പെടുന്ന തിരുക്കച്ച സൂക്ഷിച്ചിരിക്കുന്നത് എവിടെ? ഇറ്റലിയിലെ ടൂറിനിൽ എന്നതാണ് ശരിയായ ഉത്തരം. നിങ്ങൾക്ക് 24 മാർക്കുകൾ കിട്ടുന്നു. അഭിനന്ദനങ്ങൾ. ടീം മിഖായലിനോടാണ് അടുത്ത ചോദ്യം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, മതനിന്ദയുടെ പേരിൽ വധശിക്ഷ വിധിയിൽ നിന്ന് പാക് സുപ്രീം കോടതി വിമുക്തിയാക്കിയ യുവതിയുടെ പേരെന്ന്? ആസിയ ബീബി. ശരിയായ ഉത്തരം. സീറോ മലബാർ റീത്തിൽ നിന്നും ആദ്യമായി സൈനികനാകുന്ന വൈദികൻ? ജോസ് കിഴക്കേൽ. ശരിയായ ഉത്തരം. മനുഷ്യ അവകാശങ്ങൾ എന്ന വിഷയം ആദ്യമായി കൈകാര്യം ചെയ്ത ചാക്രിക ലേഖനം? പാച്ചം ഇൻ പേരിസ്. ശരിയായ ഉത്തരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനം? ലൂമൻ ഫിദേയി. ശരിയായ ഉത്തരം. തൊഴിലാളികളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ചാക്രിക ലേഖനം? ശരിയായ ഉത്തരം. 5 ശരിയായ ഉത്തരങ്ങൾ നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് 30 മാർക്ക് ലഭിക്കുന്നു. കൂടാതെ ക്വിസ് മാസ്റ്ററുടെ 10 ബോണസ് പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. റാപ്പിഡ് റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. ടീം അംഗങ്ങൾ ശ്രദ്ധിക്കുക, സമയവും ശ്രദ്ധിക്കുക. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. ചോദ്യം 1, സിൽവസ്ട്രോ ബെൻഡിക്ടൺ കോൺഗ്രിഗേഷന്റെ ആദ്യ മലയാളി ആബട്ട് ജനറൽ? ആന്റണി പുത്തൻപുരയ്ക്കൽ. ശരിയായ ഉത്തരം. ഇന്തോനേഷ്യയിലെ ആദ്യ കത്തോലിക്ക യൂണിവേഴ്സിറ്റി? സെന്റ് പോൾ കാത്തലിക്
യൂണിവേഴ്സിറ്റി ഓഫ് ഇന്തോനേഷ്യ. ശരിയായ ഉത്തരം. CBCIയുടെ പ്രസിഡന്റ് ആര്? കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്. ശരിയായ ഉത്തരം. കത്തോലിക്ക സഭയിൽ പാത്രിയാർക്കൽ പദവിയുള്ള സഭകൾ എത്ര? 4. തെറ്റായ ഉത്തരം. ദൈവം സ്നേഹമാകുന്നു ആരുടെ ചാക്രിക ലേഖനമാണ്? ബെനഡിക്ട് 16. ശരിയായ ഉത്തരമാണ്. 4 എണ്ണത്തിന് ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. പാട്രിയാർക്കൽ പദവിയുള്ള 7 സഭകൾ കത്തോലിക്ക സഭയിലുണ്ട്. ഒരെണ്ണം നിങ്ങൾ തെറ്റുന്നു. നിങ്ങൾക്ക് 24 മാർക്കുകളാണ് ലഭിക്കുന്നത്. ബോണസ് പോയിന്റ് ലഭിക്കുന്നില്ല. അഭിനന്ദനങ്ങൾ. റാപ്പിഡ് റൗണ്ട് അവസാനിക്കുന്നു. ക്വിസ് മത്സരം വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നു. മാർക്കുകളുടെ സ്കോർ ഷീറ്റിൽ മാർക്കുകളും മുന്നോട്ട് തന്നെയാണ്. എല്ലാ ടീം അംഗങ്ങൾക്കും ശരിയായ മാർക്കുകൾ ഓരോ ടീമിനും ലഭിച്ചത് നമുക്ക് അറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി, 3-ാം റൗണ്ട് അവസാനിക്കുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 95 പോയിന്റ്സ്, ടീം റാഫേൽ 59 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 74 പോയിന്റ്സ്. ടീം മിഖായേൽ 95 പോയിന്റുകൾ നേടി മുൻപിൽ നിൽക്കുന്നു. ടീം റാഫേൽ 59 പോയിന്റുകൾ, ടീം ഗബ്രിയേൽ 74. ഈ റൗണ്ട് സപ്പോർട്ടേഴ്സിനുള്ള റൗണ്ടാണ്. നിങ്ങളുടെ പിന്തുണ നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് കൊടുക്കാനുള്ള സുവർണ അവസരം. അവരുടെ സ്കോർ ഷീറ്റിൽ നിങ്ങൾക്ക് നേരിട്ട് സംഭാവന കൊടുക്കാനുള്ള ഒരു അവസരം. ഈ റൗണ്ട് നിങ്ങൾക്കുള്ളതാണ്. ചോദ്യങ്ങൾ നിങ്ങളോട് മാത്രം. 2 ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും 15 മാർക്ക് വീതം. നിങ്ങളുടെ ടീമിന്റെ വിജയപരാജയങ്ങൾ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റൗണ്ട്, സപ്പോർട്ടേഴ്സ് റൗണ്ട്. ആദ്യത്തെ ചോദ്യം ടീം മിഖായേലിന്റെ ടീമിനോടാണ്, സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ചോദ്യത്തിന് ഉത്തരം പറയാൻ തയ്യാറായിരിക്കും. നിങ്ങൾ ഇക്കഴിഞ്ഞ ഈ ക്വിസ് കോമ്പറ്റീഷന് വേണ്ടി എങ്ങനെയാണ് തയ്യാറെടുപ്പ് നടത്തിയത്? പോർഷൻസ് കിട്ടിയ ഉടനെ തന്നെ എല്ലാവർക്കും പോർഷൻസ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും അവനവൻ്റെ പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുകയും അത് പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഈ കഴിഞ്ഞ ഒരാഴ്ചകളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും എല്ലാവരും പരസ്പരം പറഞ്ഞ് എല്ലാവരും തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് പരസ്പരം പറഞ്ഞ് പഠിക്കുകയും ചെയ്തിരുന്നു. നിങ്ങളുടെ ഇടവകയിൽ മാതൃസംഘം നടത്തുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? രോഗികളെ സന്ദർശിക്കുന്നു. മരണപ്പെട്ട ആളുകളുടെ വീട്ടിൽ അവരുടെ 41ാം ചരമദിനത്തിന് മുമ്പ് വീട്ടിൽ പോയി പങ്കെടുക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രോഗികളായവരുടെ വീട്ടിൽ സന്ദർശിക്കാറുണ്ട്. ഈ വചന പഠനം നിങ്ങളുടെ ഇടവകയിലെ മാതൃസംഘത്തിന് ഒരു പുതിയ ഉണർവ് നൽകിയോ? തീർച്ചയായും. ഞങ്ങളെല്ലാവരും പഠിക്കാൻ കൂടുതൽ ഉത്സാഹം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അമ്മമാരാണ്, വീട്ടിലൊത്തിരി ജോലിയുണ്ട്, എന്നാലും ഞങ്ങളതിനെ കൂടുതൽ ഉത്സാഹത്തോടെ കാണുന്നു. വീട്ടുജോലികളൊക്കെ ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ മാറ്റിവെച്ചോ? 2 ഒരുമിച്ച് കൊണ്ടുപോകാനാണ് അച്ഛൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ചോദ്യത്തിലേക്ക് വരുന്നു. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ടീമിൽ ആരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞാൽ മതിയാവും. ചോദ്യം ഇതാണ്: കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനിയൊരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ആകരുത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വചനമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ വചനഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അധ്യായം പറയണ്ട, വാക്യം പറയണ്ട. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് ഈ വചന ഭാഗം? അപ്പസ്തോല പ്രവർത്തനങ്ങൾ. ശരി, ചോദ്യത്തിന്റെ ഭാഗം അല്ലെങ്കിൽ കൂടി അധ്യായം അറിയാമെങ്കിൽ പറയാം. അറിയില്ല. എന്നാൽ നിങ്ങളുടെ ഉത്തരം ശരിയായിട്ടില്ല, തെറ്റിപ്പോയിരിക്കുന്നു, മാർക്ക് ലഭിക്കുന്നില്ല. അടുത്ത സപ്പോർട്ടിംഗ് ടീമിന് അറിയാമെങ്കിൽ ഉത്തരം പറയാവുന്നതാണ്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനമാണ്. അതാണ് ശരിയായ ഉത്തരം. നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നില്ല. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമാണ് ശരിയായ ഉത്തരം പറഞ്ഞത്. പക്ഷേ ഈ റൗണ്ടിൽ സപ്പോർട്ടിംഗ് ടീമിന് പാസിംഗ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് പോയിന്റ് ലഭിക്കുന്നില്ല. പക്ഷേ അഭിനന്ദനങ്ങൾ, നല്ലൊരു കയ്യടി അവർക്ക് കൊടുക്കാവുന്നതാണ്. അടുത്ത ചോദ്യം ടീം മിഖായേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ചോദ്യം ഇതാണ്:
ഞാനൊരു വചനഭാഗം പറയും. അത് ഏത് പുസ്തകത്തിൽ നിന്നാണ് എന്ന് നിങ്ങൾ പറയണം. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരാകാൻ നിങ്ങൾ ഉത്സാഹിക്കും. വചനഭാഗം ഏത് പുസ്തകത്തിൽ നിന്ന്? ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ഇവിടെ ഫ്ലോറിൽ നിൽക്കുന്ന ടീമും എന്നെ മാത്രം നോക്കുക, അങ്ങോട്ടേക്ക് നോക്കരുത്. ഉറക്കെ പറയൂ. പത്രോസ് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലേതാണ്? 2 പത്രോസ്. 2 പത്രോസ്. ഉറപ്പിച്ച് പറയുന്നോ? ഉറപ്പാണ്, മാറ്റുന്നില്ല. നിങ്ങളുടെ ഉത്തരം തെറ്റിയിട്ടില്ല, ശരിയാണ്. 10-15 മാർക്കുകൾ, വിലയേറിയ 15 മാർക്കുകൾ ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് വേണ്ടി നേടിക്കൊടുത്തിരിക്കുന്നു. ഈ അവസാന റൗണ്ടുകളിലേക്ക് കടക്കുമ്പോൾ വളരെ വിലയേറിയ 15 പോയിന്റുകൾ തന്നെയാണ് നിങ്ങൾ നേടിക്കൊടുത്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അടുത്ത ചോദ്യം ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ശ്രദ്ധിക്കുക, ചോദ്യം ഇതാണ്. ഞാനൊരു വചനഭാഗം വായിക്കും, നിങ്ങൾ അത് ഏത് പുസ്തകത്തിൽ നിന്നാണ് എന്ന് പറയണം. നാം പാപം ചെയ്തിട്ടില്ല എന്ന് നാം പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം. യോഹന്നാൻ ഒന്നിലധികം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായം. എത്ര യോഹന്നാൻ? 1 യോഹന്നാൻ 1-ാം അധ്യായം. 1-ാം അധ്യായം. അധ്യായം പറയണമെന്ന് നിർബന്ധമില്ല, എങ്കിലും നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. 1-ാം ലേഖനം യോഹന്നാന്റെ. ഉത്തരം ശരി. 15 മാർക്ക് ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് നേടിക്കൊടുക്കുന്നു. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. ജനതകളുടെ രാജാവേ, അങ്ങയുടെ മാർഗങ്ങൾ നീതിപൂർണവും സത്യസന്ധവുമാണ്. വെളിപാടിന്റെ പുസ്തകം. അതെ. ഉറപ്പാണ്. ദുഃഖിക്കേണ്ടി വരുമോ? ഇല്ല. അത്രയ്ക്ക് ഉറപ്പാണ്. എങ്കിൽ പിന്നെ എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഉത്തരം ശരിയായിരിക്കുന്നു. ശരിയായ ഉത്തരമാണ്. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം വളരെ വിലയേറിയ 30 പോയിന്റുകൾ ടീമിന് നേടിക്കൊടുത്തിരിക്കുന്നു. ഈ അവസ്ഥയിൽ പ്രത്യേകിച്ച് അല്പം പോയിന്റിൽ താഴെ നിൽക്കുന്ന നിങ്ങൾ മുന്നോട്ട് കയറി വരുന്നതിന് അവരുടെ സംഭാവന വിലയേറിയതായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ 1000 നന്ദി അവർക്ക് കൊടുക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ടീം ഗബ്രിയലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ് അടുത്ത ചോദ്യം. ശ്രദ്ധിക്കും. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഈ വചനഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? എഫേസോസിന്റെ പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം. എഫേസോസുകാർക്കുള്ള ലേഖനം എഴുതിയത് ആരാ? പൗലോസ്ലീഹ. വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയതെന്ന് വിശ്വസിക്കുന്ന എഫേസോസുകാർക്കുള്ള ലേഖനത്തിൽ നിന്നാണ് ഈ വചനഭാഗം എന്നുറപ്പാണോ? ഉറപ്പാണ്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. 15 മാർക്ക് ടീം ഗബ്രിയലിന് നേടിക്കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം. ഇതിനുശേഷം ഞാൻ തിരിച്ചു വരും. ദാവീദിന്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും. അതിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഞാൻ അതിനെ പുനരുദ്ധരിക്കും. ഈ തിരുവചനം ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ. സംശയമില്ല. ശരിയായ ഉത്തരമാണ്. 15 മാർക്ക് ലഭിക്കും. ടീം ഗബ്രിയലിന്റെ സപ്പോർട്ടിംഗ് ടീമും വിലയേറിയ 30 പോയിന്റുകൾ ടീമിന് നേടിക്കൊടുത്ത് അവരുടെ അക്കൗണ്ട് കൂടുതൽ സ്ഥിരതയുള്ളതും കൂടുതൽ ഉയർന്നതുമാക്കി മാറ്റിയിരിക്കുന്നു. സ്കോർ ഷീറ്റിലെ ഗ്രാഫ് ഉയർന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. കൃത്യമായ പോയിന്റ് നിലവാരം. 4 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ
ഇപ്പോൾ തന്നെ ജോസ്മി പറയുന്നതാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്രാവശ്യം പോയിന്റുകൾ പറയുമ്പോൾ ഓരോ ടീം അംഗങ്ങളും സ്വന്തം പോയിന്റുകളും നിങ്ങളുടെ തൊട്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന നിങ്ങളുടെ മറ്റ് ടീമുകളുടെ പോയിന്റുകളും മനസ്സിൽ കുറിച്ചു വെക്കേണ്ടതാണ്. കാരണം തൊട്ടടുത്ത റൗണ്ടിൽ നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ അത് നിങ്ങളെ സഹായിച്ചേക്കും. അടുത്ത റൗണ്ടിൽ സപ്പോർട്ടിംഗ് ടീമിന് നിങ്ങളെ പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും സഹായിക്കാൻ സാധിക്കുന്നതുമല്ല എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൃത്യമായ പോയിന്റുകൾ അറിയുന്നതിനായിട്ട് ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി, സപ്പോർട്ടിംഗ് ടീമിന്റെ സഹായത്തോടുകൂടി ഈ റൗണ്ട് അവസാനിക്കുമ്പോൾ പോയിന്റ് നില എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ടീം മിഖായേൽ 110 പോയിന്റ്സ്, ടീം റാഫേൽ 89 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 104 പോയിന്റ്സ്. ഫൈനൽ റൗണ്ട്, മെഗാ ബോണസ് റൗണ്ട്. താഴെയുള്ളവരെ സിംഹാസനത്തിലേറ്റുന്ന റൗണ്ട്, സിംഹാസനത്തിലിരിക്കുന്നവരെ താഴേക്കിറക്കുന്ന റൗണ്ട്. ഇത് ബോണസ് റൗണ്ടാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് 10 പോയിന്റുകൾ. ശരിയായ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള അവകാശം ലഭിക്കും. അതിന് 15 പോയിന്റ്. മൂന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 25 പോയിന്റുകൾ. അങ്ങനെ ആകെ 50 പോയിന്റുകളുള്ള റൗണ്ട്, മെഗാ ബോണസ് റൗണ്ട്. പക്ഷെ ശ്രദ്ധിക്കുക, നിങ്ങൾ പറയുന്ന ഉത്തരം തെറ്റിപ്പോയാൽ തത്തുല്യമായ മാർക്ക് കുറയ്ക്കുന്നതും ആയിരിക്കും. 25 മാർക്കിന്റെ ഉത്തരം തെറ്റിപ്പോയാൽ നിങ്ങൾ സമ്പാദിച്ച 25 മാർക്കുകൾ നിങ്ങൾക്ക് നഷ്ടമാകും. 100 മാർക്ക് വളരെ പെട്ടെന്ന് 75ലേക്ക് താഴും. എന്നാൽ 100-ൽ നിൽക്കുന്നവര് 50 മാർക്കും നേടിയാൽ 150 വിജയം ഉറപ്പിക്കാവുന്ന റൗണ്ട്. അതുകൊണ്ട് ഓരോ ചോദ്യവും ശ്രദ്ധിച്ച് മാത്രം ഉത്തരം പറയും. എന്നാൽ ഒരാനുകൂല്യം ഈ റൗണ്ടിലുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റൗണ്ട് ക്വിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്കറിയാൻ പാടില്ല എന്ന് മുൻകൂട്ടി നിങ്ങൾ മനസ്സിലാക്കിയാൽ റൗണ്ടിൽ നിന്ന് നിങ്ങൾ ക്വിറ്റ് ചെയ്യാം. ഞാനത് ചോദിക്കുന്നതാണ് നിങ്ങളോട്. ആദ്യത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. ടെൻഷൻ ഉണ്ടോ ഫൈനൽ റൗണ്ടിൽ എത്തിയപ്പോഴത്തേക്ക്? ചെറുതായിട്ട് ടെൻഷൻ ഉണ്ട്. ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ശരി, നിങ്ങളോട് ഈ റൗണ്ടിലെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് സുവിശേഷത്തിൽ നിന്നാണ്. സുവിശേഷത്തിൽ നിങ്ങൾക്കുള്ള പഠന ഭാഗത്ത് നിങ്ങൾ ഈ ചോദ്യത്തിൽ പ്രൊസീഡ് ചെയ്യുന്നോ, ഈ റൗണ്ടിൽ പ്രൊസീഡ് ചെയ്യുന്നോ, ക്വിറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം എനിക്ക് ചോദ്യം ചോദിക്കാൻ. പ്രൊസീഡ് ചെയ്യും. ശരി, സുവിശേഷത്തിൽ യേശുവിനെ അനുഗമിച്ച സ്ത്രീകളുടെ പേര് പറയുന്നു. യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ ഉത്തരം? കൂസായുടെ ഭാര്യ യോവന്ന, അവിടെയുള്ള വേറെ കുറെ സ്ത്രീകളും. ഇത് ഫൈനൽ റൗണ്ടാണ്. കൃത്യമായി ഉത്തരം പറയണം. പറഞ്ഞ ആൾ തന്നെ പറയണം. ആൾക്ക് പറഞ്ഞു കൊടുക്കാം. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. അശുദ്ധാത്മാക്കൾ ഒഴിവാക്കപ്പെട്ട മഗ്ദലന എന്ന് വിളിക്കുന്ന മറിയം, കൂസായുടെ ഭാര്യ യോവന്ന, സാമ്പത്തികമായി സഹായിച്ച സ്ത്രീകളും. ഒരാളും കൂടി ഉണ്ട്, പെട്ടെന്ന് പറയും. സമയം കഴിഞ്ഞിരിക്കും. എന്നാലും ഒരു സ്ത്രീയുടെ പേരും കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. മഗ്ദലന എന്ന മറിയം, യോവന്ന, ഒരാളും കൂടി. സൂസന്ന. ശ്രദ്ധിച്ച് പറയണം. 10 മാർക്ക് നിങ്ങൾക്ക് ഞാൻ അവാർഡ് ചെയ്യുന്നു. എല്ലാം കൃത്യമായി പറഞ്ഞാലേ തരികയുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഇനി ഈ പരിഗണന അടുത്ത ചോദ്യത്തിന് നൽകുന്നതല്ല. ശരിയായ ഉത്തരം മഗ്ദലേന എന്ന മറിയം, യോവന്ന, സൂസന്ന, പിന്നെ മറ്റ് പല സ്ത്രീകൾ, സാമ്പത്തികമായൊക്കെ സഹായിച്ച മറ്റു പല സ്ത്രീകൾ. 10 മാർക്ക് ലഭിക്കുന്നു. മൈനസ് പോയിന്റിൽ നിന്ന് കഷ്ടി നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വേണേൽ പറയാം. അടുത്ത ചോദ്യം
നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു അതോ ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യും. പ്രൊസീഡ് ചെയ്യുന്നു. അടുത്ത ചോദ്യം കൃത്യമായിട്ട് പറയണം. തിരുവചനത്തിലെ ഉത്തരം എനിക്ക് കൃത്യമായി കിട്ടണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ആശയം മാത്രം പറഞ്ഞാൽ ഉത്തരം ആവുകയില്ല, മാർക്കും നൽകുകയില്ല. ചോദ്യം ഇതാണ്: ആരാണ് യേശുവിൻ്റെ അമ്മയും സഹോദരരും? യേശുവിൻ്റെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. ബൈബിളിലെ ഉത്തരമാണ് എനിക്ക് ലഭിക്കേണ്ടത്. ബൈബിളിലെ ഉത്തരം കൃത്യമായിട്ട് പറയണം. എൻ്റെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും. നിങ്ങളുടെ ഉത്തരം ശരിയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം തൊട്ടടുത്ത ചോദ്യത്തിൽ നിങ്ങൾക്ക് ഞാൻ ഒരു പരിഗണന നൽകിയതാണ്. ശരിയായ ഉത്തരം ഇപ്രകാരമാണ്: ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. നിങ്ങൾ പറഞ്ഞത് എൻ്റെ വചനം, യേശുവിൻ്റെ വചനം. ഉത്തരം നിങ്ങൾ പറഞ്ഞത് ആശയപരമായി ശരിയായിരിക്കാം, പക്ഷേ ബൈബിളിലെ ഉത്തരം അതല്ല. ദൈവവചനം. ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും അടുത്ത 15 മാർക്കുകൾ തരാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് 15 മൈനസ് മാർക്കുകൾ ലഭിക്കുന്നു. ടീം ഗബ്രിയലിലേക്ക് പോകും. ടീം ഗബ്രിയൽ സർ, നിങ്ങൾ തയ്യാറാണോ? അതെ. എന്തെങ്കിലും ഭയം, അസ്വസ്ഥത, ആകുലത? കുറച്ചൊക്കെ ഉണ്ട്. ഞാൻ ചോദ്യം ചോദിക്കാം നിങ്ങളോട്. നിങ്ങൾ ചോദ്യത്തിൽ ഈ റൗണ്ടിൽ പ്രൊസീഡ് ചെയ്യുന്നോ അതോ ക്വിറ്റ് ചെയ്യുന്നു? പിൻവാങ്ങുന്നോ മുന്നോട്ട് നീങ്ങുന്നു? പ്രൊസീഡ് ചെയ്യുക. എങ്കിൽ ചോദ്യം: ദരിദ്രരും വിശപ്പ് സഹിക്കുന്നവരും കരയുന്നവരും ഭാഗ്യവാന്മാർ. അതാണ് സുവിശേഷ ഭാഗ്യം. എന്നാൽ ആർക്കൊക്കെയാണ് ദുരിതം? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് 4 പേരുണ്ട്. പറയൂ. സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം. സമ്പന്നർ 1. 2. വിശപ്പ് ചിരിക്കുന്നവർ. യെസ്, ചിരിക്കുന്നവർ. ഇപ്പോൾ ചിരിക്കുന്നവർ. ദുഃഖിച്ചു കരയുന്നവർ. പൂർത്തീകരിക്കാം. വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം. യെസ്, ശരിയായ ഉത്തരമാകുന്നില്ല. ഉത്തരം ഇപ്രകാരമാണ്: സംതൃപ്തരായി കഴിയുന്നവരെ. സമയം കഴിഞ്ഞു. ടീം ഗബ്രിയലിന്റെ സമയം കഴിഞ്ഞു. ഒന്നാമത്തെ അത് 4 പേരാണ്. 1 സമ്പന്നർ, 2 സംതൃപ്തർ, 3 ഇപ്പോൾ ചിരിക്കുന്നവർ, 4 ഇപ്പോൾ മനുഷ്യരാൽ പ്രശംസിക്കപ്പെടുന്നവർ. ഈ 4 കൂട്ടരാണ്. അവർക്കാണ് ദുരിതം എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് 10 മൈനസ് പോയിന്റുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യം, ഈ റൗണ്ടിലെ അവസാന ചോദ്യം, മെഗാ ബോണസ് റൗണ്ടിലെ അവസാന ചോദ്യം ടീം മിഖായലിനോടാണ്. വിജ്ഞാന മുത്തുകൾ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. പ്രൊസീഡ് ചെയ്യണോ ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. ചോദ്യം ഇതാണ്: റേരും നൊവാരും പ്രസിദ്ധീകരിച്ചതിൻ്റെ 100ാം വർഷം പുറപ്പെടുവിക്കപ്പെട്ട ചാക്രിക ലേഖനമാണ് ചെന്തേസിമൂസ് ആനൂസ്. ഈ ചാക്രിക ലേഖനം പുറപ്പെടുവിച്ച മാർപ്പാപ്പ ആര്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ശരിയായ ഉത്തരമാണ്. ടീം മിഖായലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നോ ഇല്ലയോ? ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ചോദ്യം, പോൾ 6ാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച പ്രശസ്തമായ ചാക്രിക ലേഖനമാണ് പോപ്പുലോറും പ്രോഗ്രസിയോ, ജനതകളുടെ പുരോഗതി. ഈ ചാക്രിക ലേഖനത്തിന്റെ പ്രധാന ആശയം അല്ലെങ്കിൽ കേന്ദ്ര പ്രമേയം എന്ത്? ജനതകളുടെ വികസനം. ജനതകളുടെ വികസനം എന്ന് പറഞ്ഞാൽ ഉത്തരം ആവുകയില്ല. നിങ്ങളുടെ ഉത്തരം തെറ്റിയിരിക്കുന്നു. നിങ്ങൾക്ക് 15 മൈനസ് പോയിന്റുകൾ ലഭിക്കുന്നു.
ശരിയായ ഉത്തരം സ്വകാര്യ സ്വത്തിന്റെ സാമൂഹിക ഉത്തരവാദിത്വം എന്നുള്ളതാണ്. അതാണ് ആ ചാക്രി ലേഖനത്തിന്റെ കേന്ദ്ര പ്രമേയം. ടീം മിഖായലിന് 15 മാർക്കുകൾ നഷ്ടപ്പെടുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ എപ്പിസോഡിലെ 5 റൗണ്ടുകളും പൂർത്തിയായിരിക്കുന്നു. 3 ടീമുകളും ഏകദേശം അടുത്തടുത്ത് ആണ് സ്കോറിൽ നിൽക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. വളരെയേറെ പ്രാർത്ഥിച്ച് പഠിച്ചൊരുങ്ങിയാണ് 3 ടീമുകളും ഇവിടെ എത്തിയത്. ശക്തരായ സപ്പോർട്ടിംഗ് ടീമും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കൃത്യമായ പോയിന്റ് നിലവാരത്തിലേക്ക് ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി. താമരശ്ശേരി രൂപത മാതൃവേദിയും ഷാലോൺ ടെലിവിഷനുമായി ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ വാശിയേറിയ ഒരു എപ്പിസോഡ് കൂടി ഇന്നിവിടെ അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 105 പോയിന്റുമായി ടീം മിഖായേൽ. 94 പോയിന്റുമായി ടീം ഗബ്രിയേൽ ആണ് 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ടീം റാഫേൽ 84 പോയിന്റ്സ് നേടിയിരിക്കുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ എപ്പിസോഡിൽ വിജയിയായിരിക്കുന്നത് പനംപ്ലാവ് ഇടവകയിൽ നിന്നുള്ള ടീം മിഖായേല. ടീം മിഖായേലിന് അഭിനന്ദനങ്ങൾ. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് പന്തല്ലൂർ ഇടവകയിൽ നിന്നുള്ള ടീം ഗബ്രിയേലാണ്. ടീം ഗബ്രിയേലിനും അഭിനന്ദനം. ടീം മിഖായേലും ടീം ഗബ്രിയേലും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ടീം റാഫേൽ, ചെമ്പുകടവ് ഇടവകയിൽ നിന്നുള്ള ടീം റാഫേൽ വളരെ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് നടത്തിയത്. ചെറിയ പോയിന്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാതിരുന്നത്. അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്താലും ഇല്ലെങ്കിലും വചനം പഠിക്കുകയും അതോടൊപ്പം ഇവിടെ വന്ന് മത്സരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെ ആവേശകരമായി, വളരെയേറെ മനോഹരമായി നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു. നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇനിയും ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുകയും വചനം പഠിക്കുകയും വീണ്ടും വീണ്ടും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം. നിങ്ങൾക്കും നിങ്ങളുടെ ഇടവകയിലെ എല്ലാ അമ്മമാർക്കും ഞങ്ങളുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഒരു എപ്പിസോഡ് കൂടി പൂർത്തിയാകുമ്പോൾ മത്സരങ്ങൾ കൂടുതൽ കടുത്തതും വാശിയേറിയതുമായി കാണുന്നു. അതിനേക്കാൾ എല്ലാം ഉപരി ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം വചനത്തിന്റെ അഭിഷേകവും വചനത്തിന്റെ വസന്തവുമാണ്. ഇത്രയേറെ ആളുകൾ, മാതാക്കൾ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയം മാറ്റിവെക്കുകയും വചനം പഠിക്കുകയും ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. തീർച്ചയായും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് ഒരു ക്വിസിനപ്പുറം വചനത്തിൻ്റെ ഒരു വലിയ പങ്കുവെക്കൽ കൂടിയാണ്. അടുത്ത ആഴ്ച പുതിയ എപ്പിസോഡിൽ പുതിയ മത്സരാർത്ഥികളുമായി, പുതിയ ആവേശമായി, വചനത്തിൻ്റെ വസന്തവുമായി നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് കാണാം. അതുവരെ ഏവർക്കും ഗുഡ് ബൈ. പകൽ അസ്തമിച്ച് തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തു ചെന്ന് യേശുവിനോട് പറഞ്ഞതെന്ത്? ആരെ ഉദ്ദേശിച്ചാണ് വിശുദ്ധ യോഹന്നാൻ തന്റെ ലേഖനം എഴുതിയത്? സഭയെ കന്യകാ മാതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? കൂടുതൽ ബൈബിൾ പഠിക്കാൻ ഒരു അവസരം തന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് അങ്ങനെ ബൈബിൾ പഠിച്ചിട്ടൊന്നുമില്ല. ഇപ്പം ഞങ്ങൾക്ക് ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കാൻ തോന്നി. ഇനി മുമ്പോട്ട് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബൈബിൾ വായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും വീട്ടമ്മമാരാണ്. ചെറിയ കുട്ടികളുള്ളവരുണ്ട്, ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവരുണ്ട്. എങ്കിലും ഞങ്ങൾ അതിനുള്ള സമയം ഞങ്ങൾ കണ്ടെത്തിയിരുന്നു. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും ഇടവകാജനത്തിൻ്റെയും സപ്പോർട്ട് ഞങ്ങൾക്ക് പൂർണ്ണമായി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ള അമ്മമാർക്ക് ബൈബിൾ പഠിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വരാനുമുള്ള ഒരു അവസരം തന്നതിന് ശാലോം ടി വിയോട് ഞങ്ങൾ നന്ദി പറയുന്നു.